പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും MOS ടെക്നോളജീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മൾട്ടി കൗണ്ടർ ടോക്കൺ കോളിംഗ് സിസ്റ്റമാണ്. ഈ ഒരു ടോക്കൺ കോളിംഗ് സിസ്റ്റം ഉപയോഗിച്ച് അക്ഷയ സെൻറ്റർ, ബാങ്കുകൾ മുതലായ സ്ഥാപനങ്ങൾക്ക് 8 കൗണ്ടറിൽ നിന്ന് വരെ ടോക്കൺ വിളിച്ച് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഡിസ്പ്ലേയിൽ ടോക്കണും അതോടൊപ്പം തന്നെ ഏത് കൗണ്ടറിലേക്കാണ് ആ ടോക്കൺ വിളിച്ച ആൾ വരേണ്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽസും വരുന്നതാണ്. ഒപ്പം തന്നെ ഈ നടുക്കുള്ള സ്പീക്കർ വഴി മലയാളത്തിലും ഇംഗ്ലീഷിലും ടോക്കണിൻ്റെ നമ്പറും കൗണ്ടറിൻ്റെ നമ്പറും കോൾ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഡിസ്പ്ലേയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, സ്പെക്ക് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എൻ്റെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ കൂടെ ലഭിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ കാണുന്നത് ടോക്കൺ കോളിംഗ് യൂണിറ്റാണ്, വാൾ യൂണിറ്റാണ്. ഭിത്തിയിൽ ഹാങ് ചെയ്യാനുള്ള സൗകര്യം ഇതിൻ്റെ പിറകിൽ നൽകിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വാൾ യൂണിറ്റ് ഭിത്തിയിൽ ഹാങ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഒരു ഡിജിറ്റിൻ്റെ ഹൈറ്റ് 4 ഇഞ്ചാണ്. അതേപോലെ തന്നെ ടോക്കൺ കാണിക്കുന്ന ആ ഒരു ഭാഗം 3 ഡിജിറ്റാണ്. അതായത് 999 വരെയാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ ടോക്കൺ വിളിക്കാനായിട്ട് സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കൗണ്ടർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതൊരു സിംഗിൾ ഡിജിറ്റാണ്. നമുക്ക് 8 കൗണ്ടർ വരെയാണ് വിളിക്കുക. അതുകൊണ്ട് 1 to 8 ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ സെൻറ്ററിലുള്ളത് ഇതിൻ്റെ സ്പീക്കറാണ്. സ്പീക്കർ വഴിയാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള സൗണ്ട്, വോയിസ് നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. പിന്നീട് ഇതിൻ്റെ കൂടെ ലഭ്യമായിട്ടുള്ളത് ഇതിൻ്റെ പവർ സപ്ലൈ ആണ്. ഇതൊരു 12 വോൾട്ട് 2 ആംപിയർ SMPS യൂണിറ്റാണ്. ഈ ഒരു യൂണിറ്റ് വഴിയാണ് ബേസ് യൂണിറ്റിനും ഈ ഒരു ഡിസ്പ്ലേയ്ക്കും ആവശ്യമായിട്ടുള്ള 12 വോൾട്ട് DC സപ്ലൈ ലഭിക്കുന്നത്. ഈ കാണുന്നത് ഈ ഒരു ഡിസ്പ്ലേയുടെ റിമോട്ടാണ്. വോളിയം അഡ്ജസ്റ്റ് ചെയ്യുക, നമ്പർ നമുക്ക് ആവശ്യമുള്ളത് സെറ്റ് ചെയ്യുക, ഡിസ്പ്ലേ ക്ലിയർ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഈ ഒരു റിമോട്ട് ഉപയോഗിക്കുന്നത്. ഈ കാണുന്നത് 5 മീറ്റർ നീളമുള്ള പ്രിൻ്റർ കേബിളാണ്, പ്രിൻ്ററിൻ്റെ USB കേബിള്. ഈ ഒരു കേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വാൾ യൂണിറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും ബേസ് യൂണിറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പം ബേസ് യൂണിറ്റിൽ നിന്നുള്ള ഏത് കൗണ്ടറാണ്, ഏത് ടോക്കണാണ് കോൾ ചെയ്തിരിക്കുന്നതെന്നുള്ള സന്ദേശങ്ങൾ, വിവരങ്ങൾ സിഗ്നലായിട്ട് നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് എത്തിച്ചേരുന്നത് ഈ 5 മീറ്ററുള്ള പ്രിൻ്റർ കേബിൾ വഴിയാണ്. അപ്പോൾ ഈ ഡിസ്പ്ലേയും പ്രിൻ്റർ കേബിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് വയ്ക്കാൻ സാധിക്കുന്നത് 5 മീറ്ററുള്ള ഈ ഒരു പ്രിൻ്റർ കേബിളാണ്. നിങ്ങൾക്ക് കൂടുതൽ ലെങ്തിലേക്ക് ഇത് കൊണ്ടുപോകണമെങ്കിൽ വലിയ ലെങ്തുള്ള പ്രിൻ്റർ കേബിൾസ് ഉപയോഗിക്കാവുന്നതാണ്. ഡിസ്പ്ലേയുടെ കൂടെ ലഭ്യമായിട്ടുള്ളത് 5 മീറ്റർ ലെങ്തുള്ള പ്രിൻ്റർ കേബിളാണ്. അടുത്തത് ഇതിൻ്റെ കൂടെ ലഭ്യമായിട്ടുള്ള യൂണിറ്റ് ഈ ഒരു ബേസ് യൂണിറ്റാണ്. ഈ ഒരു ബേസ് യൂണിറ്റിൽ നമുക്ക് ചെറിയ 2 ഡിസ്പ്ലേകൾ കാണാൻ സാധിക്കും. ടോക്കൺ നമ്പർ എത്രയാണ്, കൗണ്ടർ എത്രയാണെന്ന് ഈ ഒരു ബേസ് യൂണിറ്റിൽ നമുക്ക് കാണാം. ഒപ്പം തന്നെ ഈ ബേസ് യൂണിറ്റിൽ 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൗണ്ടറിലേക്ക് കൊടുക്കാനുള്ള ബെൽ സ്വിച്ചുകളും ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ടെർമിനലിൽ നിന്ന് ബെൽ സ്വിച്ചിലേക്ക് കണക്ഷൻ പോയി നമ്മൾ ബെൽ സ്വിച്ച് അമർത്തുമ്പോൾ ഈ ഒരു ടെർമിനൽ 1 അതിൻ്റെ 2 സ്ക്രൂ ടെർമിനൽസ് ഷോർട്ട് ആവുകയും ഈ ഒരു ബേസ് യൂണിറ്റിന് മനസ്സിലാവും കൗണ്ടർ 1ൽ നിന്നാണ് ഒരു പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോക്കൺ നമ്പർ 1 കൗണ്ടർ നമ്പർ 1ൽ കോൾ ചെയ്തിരിക്കുകയാണെന്നുള്ള സന്ദേശമാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോക്കൺ കോളിംഗ് യൂണിറ്റ് നമ്മളുടെ പ്ലഗിൽ കൊടുത്ത് വർക്കിംഗ് കണ്ടീഷനിൽ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഈ ഒരു ടോക്കൺ കോളിംഗ് യൂണിറ്റ് നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് USB പോർട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രിൻ്റർ കേബിളിൽ നിന്ന് ഒരു പോർഷൻ ഈ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യാം. ഇത് നമ്മുടെ ബേസ് യൂണിറ്റാണ്. ബേസ് യൂണിറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 2 പോയിന്റുകൾ കാണാനായിട്ട് സാധിക്കും. ഒന്ന് നമ്മുടെ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള ജാക്കിൻ്റെ പോയിൻ്റാണ്, ഫീമെയിൽ ജാക്ക്. അതുപോലെ തന്നെ അപ്പുറത്ത് ഫീമെയിൽ USB പോർട്ടാണ് കാണാൻ കഴിയുക. നമ്മുടെ USB കേബിളിൻ്റെ ഒരെൻഡ് ഇവിടെ വന്നിട്ടാണ് കണക്റ്റ് ആവുക. അപ്പോൾ ഡിസ്പ്ലേയിൽ നിന്ന് കണക്ഷൻ വന്ന് കയറുന്നത് ഈ ഒരു ബേസ് യൂണിറ്റിലേക്കായിരിക്കും. ബേസ് യൂണിറ്റിന് 12 വോൾട്ട് DC സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു ബേസ് യൂണിറ്റും ഡിസ്പ്ലേ യൂണിറ്റും തമ്മിൽ കണക്ഷനിൽ വരികയും നമുക്ക്
ഈ ഒരു ബേസ് യൂണിറ്റിനകത്ത് ഏത് കൗണ്ടറാണോ ഷോർട്ട് ആവുന്നത് ആ ഒരു കൗണ്ടറിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ ഇതിനകത്ത് വരികയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ഇപ്പം ഞാനിവിടെ ഈ ഒരു വാൾ യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് പ്രിൻ്റർ കേബിൾ കണക്ട് ചെയ്ത് അതിൻ്റെ മറ്റേ എൻഡ് കൊണ്ടുവന്ന് ഈ ഒരു ബേസ് യൂണിറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയായപ്പോൾ നമുക്ക് പ്രിൻ്ററും ബേസ് യൂണിറ്റുമായിട്ടുള്ള കണക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ബേസ് യൂണിറ്റിലേക്ക് 12 വോൾട്ട് DC സപ്ലൈ കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ബേസ് യൂണിറ്റിൻ്റെ മുകളിൽ കാണുന്ന DC ജാക്കിലേക്കാണ് നമ്മൾ ആ ഒരു 12 വോൾട്ട് അഡാപ്റ്ററിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതൊരു 12 വോൾട്ട് SMPS യൂണിറ്റ് ആണ്. ഏതൊരു പ്ലഗിലും ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഈ എൻഡിലുള്ള DC ജാക്കാണ് നമ്മൾ ഈ പറയപ്പെടുന്ന ബേസ് യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബേസ് യൂണിറ്റിലേക്ക് ഞാൻ DC ജാക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു. DC ജാക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബേസ് യൂണിറ്റിൽ 0, അതായത് ഇപ്പോഴത്തെ ടോക്കൺ ഒന്നും വിളിച്ചിട്ടില്ല, കൗണ്ടറും ഒന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ 00 അവിടെ ഡിസ്പ്ലേ ചെയ്യും. നമ്മളുടെ വാൾ യൂണിറ്റിലും 00 എന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേയിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വാൾ യൂണിറ്റിൽ നിന്ന് ടോക്കൺ വിളിക്കാൻ സാധിക്കുന്നതെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഈ കാണുന്ന യൂണിറ്റിൽ നിന്ന് ഇതാണ് ടെർമിനൽ 1. ടെർമിനൽ 1ൽ 2 സ്ക്രൂ ആണ് നമുക്ക് കാണുക. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ 2 സ്ക്രൂ ലൂസാക്കിയ ശേഷം നമ്മുടെ സ്വിച്ചിലും 2 സ്ക്രൂ ടെർമിനലാണ് ഉണ്ടാവുക. അതിലേക്ക് കണക്ഷൻ കൊടുക്കുക. ആ സ്വിച്ച് ഒരു PVC ബോക്സിൽ ഉറപ്പിക്കുക. അത് കഴിഞ്ഞ ശേഷം എല്ലാ സ്വിച്ചുകളും ബെൽ സ്വിച്ചുകളാണ് ഉപയോഗിക്കേണ്ടുന്നത്. നമ്മുടെ വീട്ടിൽ കോളിംഗ് ബെല്ലിനൊക്കെ ഉപയോഗിക്കുന്ന, നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ റിട്ടേൺ വരുന്ന തരത്തിലുള്ള സ്വിച്ചാണ് കോളിംഗ് സ്വിച്ച്, കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച്. അപ്പോൾ ആ സ്വിച്ച് ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ ഈ ഓരോ ടെർമിനലിലേക്കും നമുക്ക് കണക്ഷൻ കൊടുക്കണം. നമുക്കിപ്പോൾ 3 ടെർമിനലേ ഉപയോഗിക്കാൻ താല്പര്യമുള്ളെങ്കിൽ 3 എണ്ണം മാത്രം കൊടുത്താൽ മതിയാവും. നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്കിത് കൊടുക്കാൻ സാധിക്കും. 8 എണ്ണം വേണ്ട ആൾക്കാർക്ക് 8 ടെർമിനലിൽ നിന്ന് കൊടുക്കുക. 8 സ്വിച്ച് മേടിക്കുക. PVC ബോക്സ് 8 എണ്ണം മേടിച്ച് സ്വിച്ച് 8 എണ്ണവും അതിൽ ഫിക്സ് ചെയ്ത ശേഷം ഇതിൽ നിന്ന് വരുന്ന വയറ് ആ ഒരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുക. അപ്പം ഈ സ്വിച്ചിലേക്ക് പോകുന്ന വയറിന് എത്ര ലെങ്ത് വേണമെങ്കിലും കൊടുക്കാം, അത് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഓരോ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴും ഏത് കൗണ്ടറിൽ നിന്നാണ് സ്വിച്ച് പ്രസ് ചെയ്തത്, അപ്പോൾ ടോക്കൺ, ആ ഒരു പ്രത്യേക ടോക്കൺ ഇതിനകത്ത് കാണുന്നതായിരിക്കും. ഇതിനകത്ത് വന്നിട്ട് ഒന്നാമത്തെ ഇതാണ് ആദ്യമേ പ്രസ് ചെയ്യുന്നതെങ്കിൽ ടോക്കൺ നമ്പർ 1 കൗണ്ടർ 1ൽ നിന്നായിരിക്കും കോളിങ് വരിക. പിന്നെ 8ാമത്താണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ടോക്കൺ നമ്പർ 2 കൗണ്ടർ നമ്പർ 8 ആയിരിക്കും വരിക. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഇതിൻ്റെ സൗണ്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു നോസ് പ്ലെയർ ഉപയോഗിച്ച് ഈ ഒരു കൗണ്ടർ ഷോർട്ട് ചെയ്യുകയാണ്, ഈ ഒരു ടെർമിനൽ ഷോർട്ട് ചെയ്യുകയാണ്. സ്വിച്ചിൻ്റെ അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് മാറുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ടോക്കൺ നമ്പർ 1 കൗണ്ടർ 1, ടോക്കൺ നമ്പർ 1 കൗണ്ടർ 1. ഇതുപോലെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ വരിക. അതേപോലെ ഞാനിപ്പോൾ ഷോർട്ട് ചെയ്യാൻ പോകുന്ന കൗണ്ടർ 4 നോസ് പ്ലെയർ ഉപയോഗിച്ച് 4 എന്ന് പറയുന്ന കൗണ്ടർ ഞാൻ ഷോർട്ട് ചെയ്യുകയാണ്. ടോക്കൺ നമ്പർ 2 കൗണ്ടർ 4, ടോക്കൺ നമ്പർ 2 കൗണ്ടർ 4. ഇനിയിപ്പം നമ്മൾ ഷോർട്ട് ചെയ്യാൻ പോകുന്നത് 8ാമത്തെ ആ ഒരു ടെർമിനലാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ടോക്കൺ നമ്പർ 3 കൗണ്ടർ 8, ടോക്കൺ നമ്പർ 3 കൗണ്ടർ 8. ഇങ്ങനെയായിരിക്കും ആ ഒരു ടോക്കൺ കോൾ ചെയ്യുന്ന സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇതിൻ്റെ റിമോട്ടാണ്. ഈ ഒരു റിമോട്ടിനകത്ത് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഇപ്പോൾ ക്ലിയർ ചെയ്യണം എന്ന് ആവശ്യമാണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നതായിട്ടുള്ള ബട്ടൺ, ഈ ഒരു 2 വരയുള്ള ബട്ടൺ പ്രസ് ചെയ്ത് ഈ ഒരു ബേസ് യൂണിറ്റിലേക്കായിരിക്കും ഇതിൻ്റെ സിഗ്നൽ. അപ്പോൾ അത് പ്രസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഡിസ്പ്ലേ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. 00 എന്നുള്ളത് വരുന്നതായിരിക്കും. പിന്നെ ഈ കാണുന്ന 2 ബട്ടണുകൾ വോളിയം പ്ലസ് വോളിയം മൈനസ് ആണ്. നമുക്ക് 16 പോയിൻ്റ് വരെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കുറയ്ക്കാനും
കൂട്ടാനും ഈ ബട്ടണുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ വോളിയം ഞാൻ ജസ്റ്റ് വളരെ കുറച്ച് വെക്കുകയാണ്. വളരെ കുറച്ച് വെച്ചിട്ട് നമുക്ക് ടോക്കൺ ഒന്ന് കോൾ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. വോളിയം 3-ലാണ് ഇട്ടിരിക്കുന്നത്. ടോക്കൺ നമ്പർ 1 കൗണ്ടർ 5. ടോക്കൺ നമ്പർ 1 കൗണ്ടർ 5. അപ്പോൾ ഈ ഒരു സമയത്ത് വോളിയം കുറവാണ്. വോളിയം വീണ്ടും ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് വോളിയം ഇവിടെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ. ടോക്കൺ നമ്പർ 1 കൗണ്ടർ 5. 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 ഇനി ഒരു ഡിസ്പ്ലേ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഈ ഒരു റിമോട്ടിനകത്തുള്ള റെഡ് ബട്ടൺ ഉപയോഗിച്ച് ഈ ഡിസ്പ്ലേ നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. തിരിച്ച് ഓൺ ചെയ്യുമ്പോഴും ഈ ഡിജിറ്റ് ഉണ്ടാവും. പക്ഷേ കറണ്ട് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിന് മെമ്മറി ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ഡിസ്പ്ലേ ഇങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു UPS ലൈനിൽ വേണം ഇത് കണക്ട് ചെയ്യാൻ. എന്നാൽ മാത്രമേ കറണ്ട് പോയാലും ഈ ഒരു ഡിജിറ്റ് അതിനകത്ത് നിൽക്കുകയുള്ളൂ. വീണ്ടും അതൊന്ന് ക്ലിയർ ചെയ്യാം. ക്ലിയർ ബട്ടൺ ഉപയോഗിച്ച് ക്ലിയർ ചെയ്യാം. ഇതൊക്കെയാണ് ഈ ഒരു ടോക്കൺ കോളിംഗ് സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേ വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്കുള്ള ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും. ഒപ്പം തന്നെ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഈ ഒരു ഡിസ്പ്ലേ കൊറിയർ വഴി അയച്ചു നൽകുന്നതായിരിക്കും. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ നമുക്ക് കാണാം.